ജമീലോ മോളെ ജമീലോ 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 നേരം വെളുത്തില്ല, അതിനു മുന്നേ തുടങ്ങിയ ആക്രാന്തം. എന്നെ നന്ദിനി, ഇവിടെ തമ്പടിച്ചിരിക്കുന്ന കലാകാരന്മാരെ കണ്ടുപിടിക്കുക നീ. ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് കുളിസയും വല്ലതും കാണാൻ പറ്റുമോ നോക്കി നിൽക്കുവാണോ? രാവിലെ ഒരെണ്ണം കണ്ടു, അതേപോലെ ഇനിയും വല്ലതും സംഭവിച്ചാലോ? രാവിലെ ഒന്നും കണ്ടെന്നോ? അയ്യേ. ശാരദേ, നീ അകത്തുനിന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് ശരിയാക്ക് പോ. ശരിക്കും കണ്ടു കാണുവോ? അത് വെറുതെ പറഞ്ഞാണോ? രാവിലെ തന്നെ പുക വലിച്ചു കെട്ടിന്ന് പറഞ്ഞ് 2 വഴക്ക് പ്രതീക്ഷിച്ചതാ, അതുണ്ടായില്ല. ഇനി സന്തോഷമായിട്ട് ചുമക്കാം, അല്ല മരിക്കാം. അയ്യേ, ക്ലിയർ ആയിട്ട് കാണാം. കാണാന്ന് വിചാരിച്ച് കണ്ണും തട്ടി ഇങ്ങനെ തുറച്ചു നോക്കിക്കണമെന്നുണ്ടോ? അതത്ര നല്ല സ്വഭാവമല്ലല്ലോ. ഞാൻ തന്നെ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടെടുത്തില്ലേ. കുടുംബത്തിൽ പറഞ്ഞവർക്കറിയാം എന്താ കണ്ടതും എന്താ കാണാത്തതും. എന്ത് കണ്ട കാര്യ കുട്ടി പറയുന്നത്? ഓ, ഒന്നും ഇല്ലേ. ഞാനൊരു സിനിമ കണ്ട ആത്മകഥം ചെയ്തു പോയതാണ്. സിനിമയോ? ഏത് സിനിമ? പുതിയ DTS പടം ചെമ്മീൻ. എന്താ കാണണോ? ചെമ്മീൻ സിനിമയിൽ എന്താ ഇത്ര ദേഷ്യപ്പെടാനുള്ളത്? സാമ്പാർ അത്ര നന്നായിട്ടില്ല എന്ന് വെച്ച് ദോശയുടെ എണ്ണത്തിന് കുറവൊന്നും കാണുന്നില്ലല്ലോ. 2 കൂടെ 10 ആകുമല്ലോ. മനോഹരമായിരിക്കുന്നു. എന്ത്? അല്ല, ഈ ദോശയും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ്. വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഇരുട്ടത്തൊന്നും കാണാൻ പറ്റത്തില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഇത് ദോശ, ഇത് ചട്നി, ഇത് സാമ്പാർ, ഇതൊക്കെ തൽക്കാലം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ? ചാട്ടവും വെള്ളമൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അല്ല, ഈ കുട്ടി എന്റെ കാഴ്ച ശക്തി പരിശോധിക്കായിരുന്നു. ആ ചട്നി എടുത്തേ. ഇവിടെ മനുഷ്യൻ ജീവിതം തന്നെ കരിഞ്ഞോ എന്നുള്ള സംശയത്തിൽ ഇരിക്കുക. അപ്പോഴേ ഒരു സാമ്പാർ. എന്താ പറ്റിയത് നിനക്ക്? ഇന്നലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്താണല്ലോ. സോറി, വല്ലാത്ത തലവേദന. ഇന്ന് വേണ്ട അച്ഛാ.
പെൺകുട്ടികളുടെ കുളിസീൻ കാണുന്നത് നിർത്തിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്റർനെറ്റും ബ്ലൂടൂത്തും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉള്ള കാലല്ലേ. എപ്പോഴാ ഓരോരുത്തരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വരുമെന്ന് അറിയില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒന്നും മനസ്സിലുണ്ടാവില്ല എന്നറിയാം. എന്നാലും അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഞാൻ. അതുകൊണ്ടേ ഇത്തിരി മുൻകരുതൽ കൂടുതലാ. നല്ല കാറ്റ് കെട്ടിക്കൊണ്ടിരുന്ന അതും ഇല്ലാണ്ടാക്കി. അതേ, ആ. കാറ്റിനാ നല്ല ഫാൻ ഒരെണ്ണം മേലെ കിടന്ന് കറങ്ങുന്നത്. ഫുൾ സ്പീഡിൽ ഇട്ടാ മതി കേട്ടോ. പിന്നെ താഴെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. വന്ന് കുടിച്ചാൽ ഈ ക്ഷീണം അങ്ങ് മാറി കിട്ടും. എന്റെ അടുത്താ കളി. ആ വരൂ, ഇറങ്ങി വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. ആ ജനകോടികളുടെ വിശ്വസ്തനായ നമ്മുടെ മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വീരതയോടെ മരിച്ചു. ലക്ഷം ലക്ഷം പിന്നാലെ. ഓ, ഈ കരിമ്പൂച്ചയായിരുന്നു. ആ, എന്നാ തൊട്ടു പുറകിലുണ്ടാകും വീരതയോടെ മരിച്ചു. വകുപ്പ് മന്ത്രി. ധീരതയോട് പറന്നോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. അത് ബോംബ് ചാവനൊന്നും അല്ല സാർ, അങ്ങേ സ്വീകരിക്കാനുള്ള വെടിക്കട്ടാ. ഞാൻ കരുതി ബോംബ് പൊട്ടിയായിരിക്കുന്നു. ഞാനും ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റുള്ളാണല്ലോ. ഇന്ന് മുതൽ ഏട്ടാ മണ്ട, ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലേലും അങ്ങനെ പറഞ്ഞു പരത്തണം. എന്നാലും ഇന്നത്തെ കാലത്ത് വില ഉണ്ടാവൂ. മനസ്സിലായ? എന്താ കറുത്ത വിശാഖിന്റെ പേര്? ആ, എന്താ കണ്ടാൽ സുഖല്ലേ? എവിടെയാണ് ഈ കോള ഉത്സവത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നത്? കോളോത്സവം കേരളോത്സവ രണ്ടും ഒന്നു തന്നെ. കൊക്കോ കോളയിൽ ഇതിന്റെ സ്പോൺസർ എവിടെയാ? അതാ അവിടെയാണ്. വരൂ. ആ, എവിടം വരെയായി റിഹേഴ്സലൊക്കെ? ആ, നടക്കുന്നു. ആ, അങ്ങനെ നടന്നാ പോരാ, വെട്ടി തിളങ്ങണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആ കോള ഉത്സവം, കേരള ഉത്സവത്തിന്റെ ചുമതല ഇവിടെ കിട്ടിയത് എന്റെ നിയോജകമണ്ഡലം കൂടിയാണല്ലോ ഇത്. ഈ കുട്ടിയാണോ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നത്? സിനിമാറ്റിക് ഡാൻസോ? അതെ, സിനിമാറ്റിക് ഡാൻസ് ഇല്ലാതെ എന്ത് കേരളോത്സവം? അറിയാലോ. പിന്നെ ആ മിമിക്രി അവതരിപ്പിക്കുന്നവരോട് പ്രത്യേകം പറയണം, മുക്കനിട്ട് ശരിക്കൊരു താങ് കൊടുക്കാൻ. ശ്ശോ, എന്തൊരു ചൂടാ. AC ഇല്ലാതെ ജനങ്ങൾ സേവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. ആ കുട്ടികളെയൊക്കെ വിളിക്കൂ. കുട്ടികളോ? ആ, നൃത്തം ചെയ്യുന്ന കുട്ടികൾ. അവർക്ക് ചില നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാറുണ്ട്. ആ, കൊടുത്തോളൂ. ഇതാ. കണ്ണുകൾ സമുദ്രങ്ങളാവണം, കൈ മെയ്യാവണം, മെയ് കാലാവണം, കാലുകൾ ഇത്രയും വരെ കാണാവുന്ന ഡ്രസ്സുകൾ ഇടണം. ഡ്രസ്സുകൾ കുറയും തോറും പരിപാടിയുടെ ആകർഷകത കൂടും, സംഗതി വരും. ഏത് കേരളത്തിലെ തനത് കലകളാ ഞങ്ങൾ അവതരിപ്പിക്കുക. സാർ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. നോക്കിയില്ലെന്ന് ആര് പറഞ്ഞു? ഐശ്വര്യ റോയി അഭിഷേക് ബച്ചൻ വിടുന്നില്ല. നമിതയ്ക്ക് ഡേറ്റ് ഇല്ല. ഷക്കീലൊക്കെ പഴയ മാർക്കറ്റ് ഇല്ല. ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ മറ്റത് ചെയ്യും. എങ്കിൽ ഇയാള് തന്നെ കുട്ടി ഉടുപ്പിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറേണ്ടി വരും. എന്താ പറഞ്ഞത്? അത് പിന്നെ ഈ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കേണ്ട കുട്ടികൾ പനി പിടിച്ച് കിടപ്പിലായതുകൊണ്ട് ഇന്ന് വന്നില്ല സാർ. ഓ, പൂവർ ഗേൾസ്. ഞാൻ അവരെ പോയി ആശ്വസിപ്പിക്കാം. അയ്യോ, അത് വേണ്ട സാർ. അല്ല, എല്ലാ പേർക്കും എങ്ങനെ ഒരുമിച്ച് പനി പിടിച്ചു? അത് മനസ്സിലായി മനസ്സിലായി. ഓ. മഴ നൃത്തമായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പോൾ റിഹേഴ്സലിന് മഴ നനഞ്ഞാൽ പനി പിടിക്കുമല്ലോ. ഗംഭീരമായിരിക്കണം മഴ. ഓക്കെ, ഗേൾസ് എല്ലാം ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിലായിരിക്കണം. അതിലൂടെ ഇങ്ങനെ മഴ പെയ്ത് പെയ്തിറങ്ങണം. മഴ പെയ്യാണ്, മഴ പെയ്യാണ്, മഴ തുള്ളി നിർത്തണ. കൊഞ്ഞാണന്മാരി ഒരു പാട്ട് പാടാൻ സമ്മതിക്കില്ല. വൃത്തികെട്ടവന്മാരി.